മിന്നൽ പണിമുടക്കിനെതിരെ മൗനം പാലിക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ സിപിഐഎം പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം നേതാക്കൾ ഡിവൈഎസ്പിയെ നേരിൽ കണ്ട് സംസാരിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് പരിഹാര മാർഗം കണ്ടെത്തുന്നത്. കേഞ്ചി റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ ബദൽ മാർഗം കണ്ടെത്തുവാൻ നിലമ്പൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വിഷയം പരിഹരിക്കാമെന്ന് ഡിവൈഎസ്പി നേതാക്കൾ ഉറപ്പു നൽകി. ഉച്ചയ്ക്ക് ബസ്സുകൾ സർവീസ് നടത്തുവാൻ കഴിയുമെന്ന് പോലീസ് നേതാക്കൾക്ക് ഉറപ്പു നൽകി. 3 മണിക്ക് തുടങ്ങിയ മിന്നൽ ബസ് സമരത്തിന്റെ ദുരിതമനുഭവിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങളാണ്. യാത്രക്കാരായ തൊഴിലാളികളും വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾ വഴിയാധാരമായപ്പോൾ അതിന് പരിഹാരം കാണാനോ ചോദ്യം ചെയ്യാനോ ഇവിടെ ഒരു ഭരണസമിതിയില്ല. അടിയന്തരമായ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഭാരവാഹിയായ നിലമ്പൂർ നഗരസഭയുടെ ചെയർപേഴ്സണും ഭരണസമിതിയും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. നിലമ്പൂരിൽ മാസങ്ങളായി തുടങ്ങിയ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് അതിന് ബദൽ സൗകര്യം ഏർപ്പെടുത്താൻ ഭരണസമിതിയോ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയോ തയ്യാറാകാത്ത സാഹചര്യം കൊണ്ടാണ് ഈ ദുരിതം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. കരിമ്പഴിയിലെ സമാന്തര റോഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന അവസരം നിലമ്പൂരിലുണ്ടായിരുന്നു. ഇത് പരിഹരിക്കപ്പെടാൻ ഭരണസമിതിയോ ഈ സംവിധാനമോ തയ്യാറാകാത്ത സാഹചര്യമാണ് ഇന്ന് നിലമ്പൂരിലുള്ളത്. അതുകൊണ്ട് ജനങ്ങളുടെ അടിയന്തരമായ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിലമ്പൂരിലെ പോലീസ് മേധാവിയായ ഡിവൈഎസ്പിയെ നേരിൽ കാണുകയും ഇക്കാര്യത്തിൽ അടിയന്തരമായി പോലീസ് ഇടപെടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സിപിഐഎം ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ, നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.